നിങ്ങൾ അറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഖുർആനിൽ പറയുകയുണ്ടായി, ദുനിയാവിലെ വലിയ വിഭവങ്ങൾ നൽകപ്പെട്ട, സമ്പത്ത് നൽകപ്പെട്ട പണക്കാരായ ആളുകളിലേക്ക്, അവർക്ക് അല്ലാഹു നൽകിയ ഈ ലോകത്തിന്റെ അലങ്കാരങ്ങളിലേക്ക് നീ നിന്റെ കണ്ണയച്ച് അതിലേക്ക് നോക്കിയിരുന്ന് അതിൽ ആശ വെച്ച് നീ നീങ്ങരുത്. വലഖദ് ആതൈനാക സബഅൻ മിനൽ മഥാനി വൽ ഖുർആനൽ അദീം. അല്ലാഹു തൊട്ടുടനെ പറയുകയാണ്, വലഖദ് ആതൈനാക സബഅൻ മിനൽ മഥാനി വൽ ഖുർആനൽ അദീം. കാരണം നിനക്ക് നാം 7 ആവർത്തിക്കപ്പെടുന്ന വചനങ്ങൾ സൂറത്തുൽ ഫാത്തിഹ നൽകിയിരിക്കുന്നു, മഹത്തരമായ ഖുർആൻ നൽകിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. റബ്ബ് പറയുകയാണ്, നബിയെ എന്തിന് താങ്കൾ ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളിലേക്ക് നോക്കണം? താങ്കൾക്ക് നാം ഫാത്തിഹ നൽകിയിട്ടില്ലേ? ഈ മഹത്തരമായ ഖുർആൻ നൽകിയിട്ടില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതിനോളം വിലപ്പെട്ട മറ്റെന്തുണ്ട്? ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. നിങ്ങൾക്ക് നാം ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു, ഫീഹി ദിക്റുക്കും, അതിലാണ് നിങ്ങളുടെ ദിക്റുള്ളത്. മുൻഗാമികൾ പറയുകയുണ്ടായി, ഐ ശറഫുക്കും, നിങ്ങളുടെ അഭിമാനവും ആഭിജാത്യവും നിങ്ങളുടെ എല്ലാ ആഢ്യത്വവും ഉള്ളത്, നിങ്ങളുടെ ഉയർച്ചയുള്ളത് ഈ ഖുർആൻ പഠിക്കുന്നതിലാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു പറയുകയുണ്ടായി. ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചു നോക്കൂ. ഓരോരോ ആയത്തുകൾ, ഒരു 3 ആയത്ത്, ഒരു 5 ആയത്ത്, ഒരു പേജിന്റെ പകുതി അല്ലെങ്കിൽ ഒരു പേജ് പഠിച്ചു മുന്നോട്ട് പോയാൽ അത് നിങ്ങളുടെ ഗ്രാഹ്യശേഷി വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു അരമണിക്കൂർ ഇരുന്നാൽ നിങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ സാധിക്കുന്നതിന്റെ അധികം ആയത്തുകൾ വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ, ചിലപ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോൾ കൂടുതലായി പഠിക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ കലാം അങ്ങനെയാണ്. അല്ലാഹു ഇത് എളുപ്പമാക്കിയിരിക്കുന്നു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആൻ നാം പഠിക്കുന്നവർക്ക് എളുപ്പമാക്കിയിരിക്കുന്നു. ആരുണ്ട് പഠിക്കാൻ? മനഃപ്പാഠമാക്കുക.